പുതുവത്സരം ഇഞ്ഞെത്തിക്കഴിഞ്ഞു. ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുവാനായി തിരുവനന്തപുരം കനകക്കുന്നിൽ വസന്തോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. പുഷ്പങ്ങളുടെയും മനോഹരമായ ദീപാലങ്കാരങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പുഷ്പമേളയും ന്യൂ ഇയർ ലൈറ്റ് ഷോയും ഇന്നലെ വൈകിട്ട് 6-ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ മുഖ്യ അതിഥിയുമായിരുന്നു. പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി, MP-മാരായ ശശി തരൂർ, AA റഹീം, VK പ്രശാന്ത് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ ലൈറ്റ് ഷോ ഒരുക്കിയിരിക്കുന്നത്. കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെയും സാമൂഹിക ഐക്യത്തിൻ്റെയും സന്ദേശമാണ് ആഘോഷങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കനകക്കുന്ന് കൊട്ടാരവും പരിസരങ്ങളും വൈവിധ്യമാർന്ന ഇലുമിനേഷനുകളും ലൈറ്റ് ഇൻസ്റ്റലേഷനുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000-ലധികം പൂച്ചെടികളാണ് ഈ വസന്തോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത്. 8,000-ലധികം ക്രിസാന്തമം ചെടികൾ ഉൾപ്പെടുത്തിയ ക്രിസാന്തമം ഫെസ്റ്റിവൽ ഈ വർഷത്തെ പ്രധാന ആകർഷണവുമാണ്. ഇതോടൊപ്പം തന്നെ കനകക്കുന്ന് കൊട്ടാരത്തിൽ പുഷ്പാലങ്കാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഫ്ലവർ ഷോയ്ക്ക് പുറമേ തന്നെ ട്രേഡ് ഫെയർ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ എന്നിവയും വസന്തോത്സവത്തിൻ്റെ ഭാഗമായിരിക്കും. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. ജനുവരി 4 വരെ ഈ പരിപാടി തുടരും. ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.